അങ്ങനെ നമ്മുടെ കേരള ഇലക്ഷൻ റിസൾട്ട് വരാൻ ഏകദേശം കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയാണുള്ളത്. നിങ്ങൾ എന്ത് പറയുന്നു? ആരായിരിക്കും നമ്മുടെ കേരളം ഭരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് ആണോ, കോൺഗ്രസ് ആണോ, അതോ BJPക്ക് ഇതിനകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കാണുമോ എന്നത്? ആദ്യഘട്ടങ്ങളിൽ നമ്മൾ ഒറ്റ പേര് മാത്രമേ കോൺഗ്രസിൽ നിന്ന് കേട്ടിരുന്നുള്ളൂ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്, നമ്മുടെ PD സതീശൻ. പുള്ളിയായിരുന്നു മാക്സിമം എല്ലാ കാര്യത്തിലും ഫൈറ്റ് ചെയ്ത് നിന്നത്. പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ എല്ലാം കഴിഞ്ഞപ്പോൾ കുറെ ഏറെ പേരുകൾ ആ ബെഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. ഒന്നാമത് VD സതീശൻ, രണ്ടാമത് രമേശ് ചെന്നിത്തല, മൂന്നാമത് KC വേണുഗോപാൽ. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ആ ബെഞ്ചിലേക്ക് വന്നതാണ് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. പലരും കളിയാക്കുന്നുണ്ട്, കോൺഗ്രസിൽ ഇത്ര ആൾക്കാരുണ്ടോ, തമ്മിലടിയാണ്, ബഹളമാണെന്ന്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇതല്ലേ ജനാധിപത്യം? പല ഓപ്ഷൻസ്, ജയിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഓപ്ഷൻസ് കോൺഗ്രസിനുണ്ട്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പോയാൽ എത്ര ഓപ്ഷനാണുള്ളത്? ഒറ്റ പേര് മാത്രമേ ഉള്ളൂ, പിണറായി വിജയൻ. അദ്ദേഹം അല്ലെങ്കിൽ വേറെ ആരാണ് കമ്മ്യൂണിസ്റ്റിന് കൊണ്ടുവരുന്നത്? അല്ലെങ്കിൽ ഒരു ഹൈപ്പായിട്ട് കാണിക്കുന്നു? ആരെയും കാണിക്കുന്നില്ല. കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ജെനുവൻ ആയിട്ടുള്ള പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് VD സതീശൻ തന്നെയാണ്. കാരണം പുള്ളിയാണ് ആദ്യം തൊട്ടേ ഫ്രണ്ട് നിലയിൽ നിന്ന് ഫൈറ്റ് ചെയ്ത ഏക മനുഷ്യൻ. അപ്പോൾ പുള്ളി തന്നെയാണ് മുഖ്യമന്ത്രിയാവാൻ ഏറ്റവും യോഗ്യൻ എന്ന് വെച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്ക് യോഗ്യത കുറവൊന്നും ഇല്ല. ഈ പറയുന്ന പോലെ ഇപ്പൊ ലാസ്റ്റിലത്തെ കുറെ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ രമേശ് ചെന്നിത്തല തന്നെ പുള്ളിയുടെ PRO അല്ലെങ്കിൽ അല്ലാതെയൊക്കെ പറയുന്നുണ്ട്, പുള്ളിയെ കെട്ടി അഴിച്ചു കൊണ്ടുവന്ന ഒരാളല്ല, ഞാൻ പണ്ട് തൊട്ടേ പാർട്ടിയിലാണെന്ന് എന്നുള്ള ലെവലിലെ ഡയലോഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ KC വേണുഗോപാൽ. അദ്ദേഹം ആദ്യം പറഞ്ഞു, ഞാൻ ഒരിക്കലും മുഖ്യമന്ത്രി ആവത്തില്ല, എന്നെ വെട്ടിയേക്ക് എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ പുള്ളിയുടെ പേര് പറയുമ്പോൾ പുള്ളി സൈലന്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതെന്താന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ പുള്ളി മുഖ്യമന്ത്രിയാവാൻ താല്പര്യപ്പെടും എന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളി നമ്മുടെ രാഹുൽ ഗാന്ധി റൈറ്റ് ഹാൻഡ് ആണ്. ഇന്ത്യയിൽ എവിടെയും കോൺഗ്രസ് വിജയിച്ചു കഴിഞ്ഞാൽ ആര് മുഖ്യമന്ത്രിയാവും എന്ന് തീരുമാനിക്കുന്ന ടീമിലെ ഒരു മെയിൻ ആളാണ്. അങ്ങനെ ഒരാൾ ആ ഒരു പൊസിഷൻ വിട്ടിട്ട് ഇവിടെ ഒരു മുഖ്യമന്ത്രി ആവാൻ വേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല പുള്ളി അങ്ങനെ ചെയ്യുമെന്ന്. അടുത്ത പേര് കേട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയാണ്. എന്തുകൊണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവാൻ യോഗ്യനായ ഒരു ആൾ തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. കാരണം പുള്ളി വളരെ സൗമ്യനായ ഒരാളാണ്, ഇത്രയും വർഷങ്ങളുടെ പാരമ്പര്യം ഉള്ള ഒരാളാണ്. ഇനി നമുക്ക് BJPയിലേക്ക് പോവാം. BJPയിൽ പണ്ട് നമ്മുടെ K സുരേന്ദ്രൻ പുള്ളി പറഞ്ഞിട്ടുണ്ട് 35 സീറ്റ് കിട്ടിയെങ്കിൽ ഞങ്ങൾ ഭരിക്കുമെന്ന്. ഇപ്പോഴും പുള്ളി അതിൽ നിന്നൊരു മാറ്റം പിടിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല ആത്മവിശ്വാസമുണ്ട്. ഇപ്പോൾ അവര് ഉദ്ദേശിക്കുന്നതാണെന്ന് എനിക്കറിയത്തില്ല. അതായത് ഇവര് 10 സീറ്റ് പിടിച്ചിട്ട് ബാക്കി സീറ്റുകളെല്ലാം കോൺഗ്രസിന് പിടിക്കാം എന്നാണോ അവരുദ്ദേശിക്കുന്നതും അറിയില്ല. കാരണം ആം ആദ്മി പാർട്ടിയുടെ ഗതി നമുക്കിപ്പോൾ അറിയാലോ, അവിടെ നിന്നുള്ളവരെല്ലാം ഇങ്ങോട്ട് വലിച്ചു. ഇപ്പൊ ഇനി ഇതാണോ അവരുദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും വരാൻ പോകുന്ന May 4 കാണേണ്ട ഒരു ദിവസമാണ്. നമുക്ക് കണ്ടറിയാം എന്താണ് കേരളത്തിന്റെ ഭാവി എന്താണെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആരാണ് അടുത്ത വട്ടത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി?